എല്ലാവർക്കും നമസ്കാരം. അചിരത്തിന്റെ ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യസ്തമായ ചലഞ്ചിങ് വീഡിയോകൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഗായ്സ്, നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത് AI ഉപയോഗിച്ച് കുറച്ച് തമാശകൾ ഉണ്ടാക്കിയിട്ട് ഈ തമാശകൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൂട്ടുകാരെ വിളിച്ചറിയിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കി നോക്കാം അവർക്കും ഈ തമാശ കേട്ട് ചിരി വരുന്നുണ്ടോന്ന്. നമ്മുടെ ഈ AI എത്രത്തോളം ഹ്യൂമർ സെൻസ് ഉള്ള ആളാണെന്നും കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കൂട്ടുകൂടെ ചിരിക്കുന്ന കുറച്ച് തമാശയിലേക്ക് കിടക്കാട്ടോ. എൻ്റെ കൂട്ടുകാരെ ചിരിപ്പിക്കുന്ന കുറച്ച് തമാശകൾ പറയാമോ? തീർച്ചയായും. കൂട്ടുകാരെ ചിരിപ്പിക്കുന്ന കുറച്ച് തമാശകൾ ഇതാ. ഒരാൾ സുഹൃത്തിനോട്, എന്റെ ഭാര്യ ഒരു മാലാഖയെ പോലെയാണ്. സുഹൃത്ത്, ഭാഗ്യവാൻ, എന്റെ ഭാര്യ ഇപ്പോഴും ജീവനോടെയുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, അടിപൊളി. അപ്പൊ നമുക്ക് ഇത്ര അടിപൊളി ചിരിക്കണ തമാശകൾ എന്ത് ചെയ്യാം, നമുക്ക് കൂട്ടുകാരെ വിളിച്ച് പറയട്ടെ. നമുക്ക് ആദ്യം തന്നെ എന്ത് തമാശ കേട്ടാലും ചിരിക്കണ ആദർശനായിരുന്നു നമുക്ക് വിളിക്കാം. ഓക്കെ, ഹലോ ആദർശ് മോനെ, നീ ഭയങ്കര ശോകത്തിലാണെന്ന് കേട്ടപ്പോ ഞാൻ തമാശ പറഞ്ഞ് ഞാൻ ചിരിപ്പിക്കട്ടെ? അതെ, നീ ശോകത്തിലാണ്, എൻ്റെ ഒരു തമാശ കേൾക്കണം, നീ ചിരിക്കൂ, പറയട്ടെ ഞാൻ. ഒരാൾ സുഹൃത്തിനോട്, എൻ്റെ ഭാര്യ ഒരു മാലാഖയെ പോലെയാണ്. സുഹൃത്ത്, ഭാഗ്യവാൻ, എൻ്റെ ഭാര്യ ഇപ്പോഴും ജീവനോടെയുണ്ട്. എന്താണ് നീ ചിരിക്കാത്ത? ഹലോ, എന്തിട്ടാ? എന്ത് ചിരിക്കാത്ത? നീ ചിരിക്കേ. ഒരെണ്ണകൂടി ഇതിലെന്തായാലും നീ ചിരിക്കും. ഒരാൾ കടയിൽ പോയി ചോദിച്ചു, 1 കിലോ തക്കാളിയുടെ വില എന്താണ്? കടക്കാരൻ പറഞ്ഞു 50 രൂപ. അയാൾ, ഇത്രയും വിലയോ? ഞാൻ ഇന്നലെ 40 രൂപയ്ക്ക് വാങ്ങിയതാണല്ലോ. കടക്കാരൻ, അത് ഇന്നലത്തെ വിലയാണ്, ഇന്ന് വില കൂടി. അയാൾ, അങ്ങനെയാണെങ്കിൽ ഇന്നലത്തെ വിലയ്ക്ക് 1 കിലോ തക്കാളി തരൂ. നമ്മുടെ തോറ്റ് ഗൈസ്, നമുക്ക് വേറെ ആളെ വിളിച്ച് ചിരിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പം അടുത്ത് നമുക്ക് രണ്ടാമത്തെ കൂട്ടാനെ വിളിക്കാം. പൈസക്കല്ല, വണ്ടിക്കല്ല. നീ ഭയങ്കര ശോകത്തിലാണ്. അപ്പൊ നിന്നെ ചിരിപ്പിക്കാൻ വേണ്ടി കുറച്ച് തമാശ ഞാൻ പറയട്ടെ? പറയാൻ പോട്ടാ. ടീച്ചർ, നിന്റെ ഗൃഹപാഠം എവിടെ? കുട്ടി, എൻ്റെ നായ അത് തിന്നുപോയി. ടീച്ചർ, എന്തൊരു വിചിത്രമായ നായ. കുട്ടി, അതേ ടീച്ചർ, അത് വിചിത്രമായ കാര്യങ്ങൾ മാത്രമേ തിന്നാറുള്ളൂ. എന്താണോ നീ ചിരിക്കാത്തെ? കഴിഞ്ഞ് ചിരിച്ചിട്ട് പോ. നമുക്ക് മൂന്നാമത്തെ കൂട്ടാൻ വിളിക്കാം. ഹലോ, എന്നിട്ട് പരിപാടി ബ്രോ? ആണോ ബ്രോനെ ചിരിപ്പിക്കാൻ കുറച്ച് തമാശ നമ്പർ പറയട്ടെ? ഓക്കെ, തുടങ്ങാൻ പോകണട്ടോ. ഒരു മടിയൻ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഭൂമികുലുക്കം ഉണ്ടായത്. അവൻ ഞെട്ടി എണീറ്റിട്ട് പറഞ്ഞു, എൻ്റെ ദൈവമേ, ഇനി എണീറ്റ് നടക്കണോന്ന്. ഹലോ, അതടുത്തത്. 2 കള്ളന്മാരൊരു ബാങ്കിൽ കവർച്ചയ്ക്ക് ചെന്നു. ഒരാൾ മറ്റേയാളോട് ചോദിച്ചു, എന്താണ് അതിൻ്റെ കയ്യിൽ തോക്കില്ലേ? മറ്റേയാൾ പറഞ്ഞു, ഞാൻ വിഴുങ്ങി. തമാശയാണ് പറയണേ. ടോപ്പ് കോമഡി പറയട്ടെ? ഒരു കർഷകൻ, എൻ്റെ പശുവിനെ സംസാരിക്കാൻ കഴിയും. സുഹൃത്ത്, ശരിക്കും പശു? കൂട്ടുകാരൻ നമ്പർ 4. ഹലോ, എടാ നീ എവിടെ? നിതിനില്ലേ?
അതെല്ലേ. ആ ശരി ശരി. നിധി വരുമ്പോ വിളിച്ചു തോന്നല്ലോ അവന്റെ കൂട്ടുകാരനാന്ന് പറഞ്ഞാൽ മതി കൂടെ പഠിച്ചത്. ശരത്ത്. നമുക്ക് കൂട്ടുകാരൻ നമ്പർ 4. ഹലോ എടാ നീ എവിടെ? തിരക്കിലാണോ നീ? ഓക്കെടാ. അതെ ഞാൻ കുറച്ച് തമാശ പറഞ്ഞ് നിന്നെ ചിരിപ്പിക്കട്ടെ ഞാൻ. ഒന്നില്ല, നീ കേൾക്ക്, നീ ചിരിക്കൂ. തുടങ്ങട്ടെ. അപ്പൊ തമാശ നമ്പർ 1. ഒരു കർഷകൻ എന്റെ പശുവിനെ സംസാരിക്കാൻ കഴിയും. എന്റെ പശുവിന് സംസാരിക്കാൻ കഴിയും. അപ്പൊ സുഹൃത്ത്, കർഷകന്റെ സുഹൃത്ത് ശരിക്കും. അപ്പൊ പശു മൂ മൂ. കർഷകൻ കണ്ടോ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? ചിരിക്കടാ. എന്താടാ? ഒരു യാത്രക്കാരൻ ട്രെയിൻ കയറാൻ നിൽക്കാണ്. അപ്പൊ അയാളൊരാൾ ചോദിക്കാണ്, ഈ ട്രെയിൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്? റെയിൽവേ ജീവനക്കാരൻ, ഇത് എവിടേക്കാ പോകണേന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് വളരെ വേഗത്തിലാണ് പോകുന്നത്. കഴിഞ്ഞു. ചിരിച്ചു 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 ചിരിച്ചു. അതൊക്കെ ടോപ്പ് കോമഡിയാ. ചിരിച്ചില്ലേ നീ? നമ്മൾ മൊത്തം 4 കൂട്ടുകാരന്മാരെ വിളിച്ചു. അതിൽ ഒരാളെങ്കിലാണ് കുറച്ചെങ്കിലും ചിരിച്ചത്. അത്രയ്ക്ക് മോശമാണ് ഗൈസ് നമ്മുടെ ഈ ഏയുടെ തമാശകള്. പക്ഷേ നമ്മളിപ്പോൾ വിളിക്കാൻ പോകുന്നവൻ ചിരിക്കുട്ടനാണ്, ചിരിമുത്താണ്. അവനും കൂടി ചിരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഏയുടെ ആപ്പ് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യും. അപ്പൊ നമുക്ക് അവനെ വിളിക്കാം. ഹലോ റാസ്ലോ, ഞങ്ങൾ തമാശ പറയും, നീ കേട്ടിട്ട് ചിരിക്കാൻ തയ്യാറായിട്ടിരുന്നോട്ടാ. എന്തുകൊണ്ടാണ് കടൽ മത്സ്യം ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്നത്? കാരണം അവർക്ക് കുടിവെള്ളം വാങ്ങാൻ പൈസ ഇല്ല. കാരണം അവർക്ക് കുടിവെള്ളം വാങ്ങാൻ പൈസ ഇല്ല. എന്നിട്ട് ഞാൻ അടുത്തത് രോഗി. ഡോക്ടറെ എനിക്ക് എപ്പോഴും ചുമയാണ്. ഡോക്ടർ, നിങ്ങൾ പുകവലിക്കാറുണ്ടോ? രോഗിയില്ല ഡോക്ടറെ, ചുമക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. അടുത്തത് ഇല്ല, ഇത് ഒരു തവള ഡോക്ടറെ അടുത്തേക്ക് പോയി പറഞ്ഞു, ഡോക്ടറെ എൻ്റെ തൊണ്ടയിൽ എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് തവളകളെ പോലെ കരയാൻ കഴിയുന്നില്ല. ഡോക്ടർ, അതെയോ? എന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത്? ഒരെണ്ണം കൂടി ഇതിലിരുന്ന് ചിരിച്ച് മറിയും. ടീച്ചർ, ഇംഗ്ലീഷിൽ ആരുടെയും സഹായമില്ലാതെ സംസാരിക്കുന്നതിന് എന്താണ് പറയുക? വിദ്യാർത്ഥി, വയർലെസ്. പോവാണോ? എന്താടാ നീ ചിരിച്ചില്ലേ? 2 മിനിറ്റ് ഇങ്ങനെ ചിരിച്ചില്ലേ നീ? പിന്നെ എന്റെ പൊന്നെനിക്ക് ചിരിച്ച് വയറുവേദന എടുക്കും. ബാത്റൂമിൽ പോയി. ശരി, അപ്പൊ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വാ. അടുത്ത തമാശ കിട്ടുമ്പോ നമ്മൾ വീണ്ടും വിളിക്കുന്നതായിരിക്കും. ഓക്കെ? അപ്പൊ ഗായ്സ്, നമുക്ക് ഇതിന്ന് എന്ത് മനസ്സിലായി? ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും നമ്മളെ മനുഷ്യന്മാരെ ചിരിപ്പിക്കാൻ പറ്റില്ല. അതിനെന്ത് വേണം? മനുഷ്യന്മാർ തന്നെ വിചാരിക്കണം. അപ്പൊ നമ്മൾ ഇത്ര കാലം വളരെ നല്ല രീതിയിൽ നമ്മൾ ചിരിപ്പിച്ച എല്ലാ കൊമേഡിയന്മാർക്കും, മാള രവീന്ദ്രൻ, ജഗതി, ശ്രീകുമാർ, ജഗതി, കൊച്ചിൻ ഹനീഫ, ദിലീപ്, ഇന്നസെന്റ്, എല്ലാ നടന്മാർക്കും നമ്മുടെ ഭാഗത്തുനിന്നും വലിയൊരു ബിഗ് സല്യൂട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അജ്രത്തിന്റെ എല്ലാ വീഡിയോകൾക്കും നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി നോട്ടിഫിക്കേഷൻ ബെല്ലും അമർത്തുക. അപ്പോൾ ബൈ ഗായ്സ്. തമാശ ഇഷ്ടപ്പെട്ടോ?